മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITC-യുടെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രതിഷേധ സംഗമം നടന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് കന്നാസുകളിൽ പെട്രോൾ നൽകുക, കായലുകളിലെ പോള നീക്കുക, വേമ്പനാട്ടുകായലിലെ അശാസ്ത്രീയ ഖനനം അവസാനിപ്പിക്കുക, തണ്ണീർമുക്കം ബണ്ട് 1 വർഷം തുറന്നിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ പ്രതിഷേധ സംഗമം നടത്തിയത്. AITC ചെമ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മത്തങ്കൽ കായിപ്പുറം വള്ളക്കടവിൽ ഈ സംഗമം സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. രഘുവരനാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ഇപ്പോൾ മിക്കവാറും ആളുടെ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിന് സാധാരണ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പെട്രോളാണ്. ആ പെട്രോൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കന്നാസിൽ കൊടുക്കുന്നില്ല. നേരത്തെ കുപ്പിയിലും കന്നാസിലും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു നിർദ്ദേശമുണ്ട് എന്നാണ് പറയുന്നത്, കോടതിയുടെ നിർദ്ദേശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് മാത്രമേ പെട്രോൾ വാങ്ങിക്കാൻ കഴിയൂ. സ്വാഭാവികവും അതെല്ലാം ഹൈവേയിലാണ്. അപ്പം മത്സ്യത്തൊഴിലാളി ആണെന്ന് ബോധ്യപ്പെടുത്താനുള്ള രേഖകൾ അവരുടെ കയ്യിലുണ്ട്. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി D. ബാബു, AITC ജില്ലാ പ്രസിഡന്റ് KS നാഗരൻ തുടങ്ങിയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളികൾക്ക് ക്യാനുകളിൽ പെട്രോൾ നൽകാൻ പ്രത്യേക അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒപ്പുശേഖരണവും നടത്തി. ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിലെ തീരദേശ പദ്ധതികൾ മേഖലയ്ക്കും തൊഴിലാളികൾക്കും ഭീഷണിയാവുന്നതാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനും തീരുമാനിച്ചു. ന്യൂസ് ടീം, വൈക്കം വാർത്ത.